ഞാനും ഇടട്ടെ. ആകെ എന്താണ് മമ്മൂട്ടിയൊന്നും വലിയ എന്തൊന്നും ഉള്ളതല്ല ഇവിടെ. മമ്മൂട്ടി കൊച്ചിലെ തന്നെ കൊണാനെടുത്ത പ്രായത്തിൽ ഞങ്ങൾ ഇടിയിട്ട് കണ്ടെന്ന് തിന്നു നക്കിയേച്ചു ഒക്കെ പോയ മമ്മൂട്ടി. ആ മമ്മൂട്ടീനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ കിടന്നാണ് വാപ്പായും ഉമ്മായും ഒക്കെ മരിച്ചപ്പോൾ കൊണ്ടുവന്നു. വാപ്പ ഇവിടെ മരിച്ചത്, ഉമ്മ മരിച്ചപ്പോൾ ഈ പള്ളിയിൽ കൊണ്ടുവന്നേ ഇല്ല. മമ്മൂട്ടീനെ കണ്ട ആൾക്കാർ ആരും അങ്ങനെ ഇല്ല. അവൻ അങ്ങനെയുള്ളതാണ്. പക്ഷെ കൊച്ചിലെ എന്ന് പറഞ്ഞാൽ എടാ പോടാ എന്തായിരുന്നു, എടാ പോടാ നീ കപ്പ വെച്ച് തിന്ന് ചൂണ്ടയിട്ട് എന്നും പറഞ്ഞൊക്കെ നടക്കുക. അങ്ങനെ ഒരു ഇതില് നടന്ന ആൾക്കാരാണ്. പക്ഷെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ. ഞാൻ അവർക്കിടെ വീട്ടിൽ നിൽക്കണതാ. അവർക്കിടെ കൊച്ചാപ്പാടെ വീട്ടിലായിരുന്നു. ഇവൻ എന്നും പിന്നെ കഞ്ഞി കുടിക്കാൻ മതി. അവിടെ ഒന്നും ഇല്ല, അവൻ്റെ വീട്ടിൽ എങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അന്നൊക്കെ. അവിടെയാണ് വന്നത്. അവർക്ക് മക്കളൊന്നും ഇല്ലാത്തതാണ്. അവരൊരു മമ്മൂട്ടിയുടെ കൊച്ചാപ്പാക്കും മക്കളൊന്നുമില്ല. പക്ഷെ അവര് ചേട്ടൻ്റെ അനിയൻ്റെയും മക്കളാണെങ്കിലും മക്കളില്ലായിരുന്നു അവർക്ക്. അവരങ്ങനെ ഇവരൊക്കെ വരുമ്പോഴാണ് വല്ല നേരെ വെച്ച് അവിടെ എങ്ങൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ എന്നെ വിളിക്കും. ഞാൻ പറയും ഇവിടെ ഇല്ലടാ പോടാ, ഞങ്ങൾക്ക് തിന്നണ്ടേ, നീ അവല് തന്നിട്ട് തിന്നു. ഇതൊക്കെ പറയാം. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ടാണ്. തമാശക്ക് എന്ന് വെച്ചാൽ അവന് വലിയ നടനായി പോയില്ലേ. ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവൻ്റെ അനിയന്മാര് വന്ന് അപ്പ വരും ഇവിടെ എൻ്റെ വീട്ടിൽ, ഫോട്ടോ എടുക്കും. ഞങ്ങള് എല്ലാവരെയും തിരക്കി അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. പക്ഷെ ഈ മമ്മൂട്ടീനെ കണ്ടിട്ടില്ല. ഇവിടെ വന്നാലും നിങ്ങൾ കയറ്റിയൊന്നുമില്ല, ഒന്നുമില്ല. പണ്ടത്തെ കാലമല്ലേ. പണ്ട് വാപ്പായും മമ്മൂട്ടിയുടെ ഒക്കെ കല്യാണമൊക്കെ ഏത് വീട്ടിൽ വെച്ച് നടന്നത്? കല്യാണം നടന്നതൊക്കെ അവിടെ ആ ഒരു വീട്ടിലാണ്. അതൊക്കെ പൊളിച്ച് എല്ലാം വിറ്റില്ലേ. അതാണ് ഒരു സങ്കടം. അതാണ് നാട്ടുകാർക്ക് സങ്കടം. എന്താണ് ഇവനെ ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും ഇടായിരുന്നില്ലേ എന്റെ മമ്മൂക്ക? വേണേലും ചെയ്യും. അതെ അന്ന് അവന് ഈ ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും ഇവിടെ ഇട്ടിരുന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടുകാരനാന്നും പറഞ്ഞു വരാറുന്നില്ല. നമ്മക്ക് ചെല്ലല്ലോ അതുപോലും ഫലമില്ല. അന്നത്തെ കാലമൊന്നും എന്തായാലും ചെമ്പിലെ ആൾക്കാരോട് മമ്മൂട്ടി ചെയ്ത ചതി അല്ലേ. മമ്മൂട്ടി വന്നാ അന്നാ മമ്മൂട്ടിയുടെ അനിയന്മാര് വെച്ചാ എന്താ കൊച്ചാമനെന്നും വിളിച്ചു വരും. അത് വേറെ. ഇവനാ വാട്ടി ഓടിച്ചാലും പോകിയല്ലാത്തതാണ്. പക്ഷെ എന്താ വന്നപ്പോ മാറിയില്ലേ മമ്മൂട്ടി. അതാണ് മമ്മൂട്ടി ഇപ്പൊ ഇവിടെ എങ്ങും വരാറുമില്ല. മമ്മൂട്ടിയുടെ അനിയനാണെങ്കിൽ വരും, എൻ്റെ ഭർത്താവ്. അതിനൊക്കെ വരികയും പോവുകയും വിളിക്കുകയും ചെയ്യും. മമ്മൂട്ടി വരികയല്ല.